കോൺഗ്രസ് നേതൃത്വം പല രണ്ട് തട്ടിലായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലിക്കുന്നവരും രാഹുലിനെതിരെ ശക്തമായ നിലപാടെടുത്ത പ്രതിപക്ഷ നേതാവും പിന്നീട് അത് രമേശ് ചെന്നിത്തലയും എന്ന രണ്ട് നേതാക്കൾ ഒതുങ്ങിയായിരുന്നു. ഇപ്പോഴായപ്പോഴേക്കും ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ഏറ്റവും ശക്തമായ പ്രതികരണം ഇന്ന് നടത്തിയ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അതായത് ഒരു തരത്തിലും പിന്തുണയ്ക്കരുത്, ആ പിന്തുണയ്ക്കുന്നവർ പോലും നാണക്കേടിലാകും എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. മാത്രമല്ല ആ യുവതിയെ വീണ്ടും ഉപദ്രവിച്ചുകൊണ്ട്, അതായത് വാചകങ്ങളിലൂടെ പ്രസ്താവനകളിലൂടെ ഉപദ്രവിച്ചുകൊണ്ട് പ്രൊവോക്ക് ചെയ്യുകയായിരുന്നു എന്ന് കൂടിയാണ് ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. അപ്പോൾ നടപടി എടുക്കേണ്ടതാണ്, അതായത് MLA സ്ഥാനത്ത് തന്നെ തുടരാൻ പറ്റിയ ഒരു നേതാവല്ല എന്ന രൂപത്തിൽ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. പക്ഷേ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകിക്കൊണ്ട് UDF കൺവീനർ നടത്തിയ പ്രതികരണമാണ്. അദ്ദേഹം പറയുന്നത് CPM രാഷ്ട്രീയം കളിക്കുകയാണ്, ആ CPM രാഷ്ട്രീയത്തിൻ്റെ ഇര എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഉത്തരവാദിത്തമില്ലാതെ ആണ് അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് ഒരു കോൺഗ്രസ് നേതാവ് നീങ്ങിയിരിക്കുന്നതെന്നുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയിലില്ല എന്നുള്ളതാണ്, സസ്പെൻഷനിലാണ്. പാർട്ടിയിലില്ലാത്ത ഒരാൾ എന്ന് പറയുമ്പോൾ അയാൾ ചെയ്ത ഒരു കാര്യങ്ങളും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു. അയാളുടെ ഒരു കുറ്റത്തിനും ഞങ്ങൾ അയാളുടെ ഒപ്പം ഇല്ല, അയാൾ തന്നെ ആ കേസ് നേരിടട്ടെ, അയാൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അല്ല എന്ന് പറയുന്നിടത്താണ് UDF കൺവീനർ, കോൺഗ്രസിന്റെ MP, കോൺഗ്രസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കോൺഗ്രസ് എടുത്തിരിക്കുന്ന പൊതുനിലപാടിന് വിരുദ്ധമായി പരസ്യ പ്രസ്താവന നടത്തിയിരിക്കുന്നത്.